GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. രാജ്യത്തെ കൂടുതൽ എമിറേറ്റുകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ട് ദുബായ് ടാക്സി കമ്പനി പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നു. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിക്കിടെ ഖലീജ് ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കമ്പനി CEO മൻസൂർ റഹ്മ അൽ ഫലാസിയാണ് സർവീസ് വിപുലീകരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഡിജിറ്റൽ ടാക്സി സർവീസ് പ്ലാറ്റ്ഫോം ബിസിനസ് കൂടാതെ ടാക്സി, ലിമോസിൻ സർവീസുകൾ കൂടി മറ്റ് എമിറേറ്റുകളിൽ ആരംഭിക്കാനാണ് ആലോചന. നിലവിൽ ദുബായിൽ മാത്രമാണ് കമ്പനിക്ക് സർവീസ് ഉള്ളത്. ഇത് മറ്റ് എമിറേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി ബിസിനസ് സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസ് വിപുലീകരണത്തിൻ്റെ ഭാഗമായി ലിമോസിൻ സർവീസുകൾക്കായി ആഗോള ഹെയിലിംഗ് പ്ലാറ്റ്ഫോമായ ബോൾട്ടുമായി കഴിഞ്ഞ ഡിസംബറിൽ DTC ധാരണയിലെത്തിയിരുന്നു. ഈ വർഷം ആദ്യപാദത്തിൽ പതിവ് ടാക്സി സർവീസുകളും ബോട്ടിലൂടെ ലഭിച്ചേക്കും എന്ന് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തി. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. റോഡിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നത് ഉൾപ്പെടെ ഗുരുതര ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയ സംഭവത്തിൽ നിരവധി വാഹനങ്ങൾ ഉമുൽ പിടികൂടി. ഉമുൽ പോലീസ് ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പിറക്കി. കാറോട്ട മത്സരം, അനുവാദമില്ലാതെ സംഘം ചേരൽ, എമിറേറ്റ്സ് റോഡിൽ വാഹന അഭ്യാസം തുടങ്ങിയ ട്രാഫിക് നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്ന് ട്രാഫിക് പോലീസ് വ്യക്തമാക്കി. പൊതുസുരക്ഷയെ അപകടപ്പെടുത്തുന്ന അപകടകരമായ പെരുമാറ്റങ്ങളെ ചെറുക്കുക എന്നതാണ് നിയമ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ട്രാഫിക് ആൻഡ് പട്രോൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ അപ്പ് ബ്രാഞ്ച് മാനേജർ ക്യാപ്റ്റൻ ജാസിം സുൽത്താൻ മസ്ഫർ പറഞ്ഞു. ഡ്രൈവർമാരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും ജീവന് ഭീഷണിയാകുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി നടപ്പിലാക്കുന്നതിനും റോഡ് സുരക്ഷയ്ക്കും പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാഹനം പിടിച്ചെടുക്കുന്നതുൾപ്പെടെ നിയമലംഘകർ ശക്തമായ പിഴ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. കിങ് അബ്ദുൾ അസീസ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ സെൻറ്ററിൽ 17 ദിവസം നീണ്ടുനിന്ന ജപ്പാൻ കൾച്ചറൽ ഡേയ്സ് ആഘോഷങ്ങളിൽ 2 ലക്ഷം ആളുകൾ പങ്കെടുത്തതായി റിപ്പോർട്ട്. എല്ലാ പ്രായക്കാർക്കും ആകർഷകമായ അനുഭവം പകരുന്നതായിരുന്നു അവതരിപ്പിക്കപ്പെട്ട വിവിധ പരിപാടികൾ. കരകൗശല ശില്പശാലകൾ, പരമ്പരാഗത കാലിഗ്രഫി, ഒറിഗാമി, മാങ്ക ഡ്രോയിങ് സെഷനുകൾ എന്നിവയിൽ സന്ദർശകർക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ജാപ്പനീസ് നാടോടി കഥകളും ഇതിഹാസങ്ങളും ഉൾക്കൊള്ളുന്ന കഥ പറച്ചിൽ സെഷനുകൾ യുവ സന്ദർശകരാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. ആഗോള പ്രശസ്തമായ ജാപ്പനീസ് ഡ്രമ്മിംഗ് സംഘമായ ഡ്രം ടാവോ മികച്ച പ്രകടനമാണ് പരിപാടിയിൽ കാഴ്ചവെച്ചത്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.